Good morning. കഴിഞ്ഞ വീഡിയോസിൽ രണ്ട് പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ പൈൽ കപ്പാസിറ്റി. അതിൽ ആദ്യത്തെ പ്രോബ്ലം പൈൽ ക്ലേയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അലോവബിൾ ലോഡ് കണ്ടുപിടിക്കാം എന്നുള്ളതും, രണ്ടാമത്തെ പ്രോബ്ലം പൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സാൻഡിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അൾട്ടിമേറ്റ് ലോഡും അതിൽ നിന്നും അലോവബിൾ ലോഡും കണ്ടുപിടിക്കാം എന്നുള്ളത്. ഇനി ഈ മൂന്നാമത്തെ പ്രോബ്ലത്തിൽ ലെയേർഡ് സോയിലാണ്, 3 ലെയറുള്ള സോയിലാണ്. A concrete pile 45 cm diameter was driven into a depth of 16 meter of layered soil. Assume delta as 0.75 times phi and K as 0.5 times Kp. Water table is at the ground level. Find out the ultimate load. Take NQ as 95 and neglect N gamma. 3 layers, layer number 1, layer number 2 and layer number 3. Layer number 1 is 8 meter thickness. Layer number 2 is 6 meter and layer 3 extends to a great depth. Unit weights, dry unit weights are given 16.5, 15.5 and 16 kilonewton per meter cubes. Voids ratio are 0.6, 0.765 and 0.65 respectively. Angle of internal friction phi in degrees are 30, 35 and 38. ചുരുക്കത്തിൽ 3 ലെയറുകളാണുള്ളത്. ആദ്യത്തെ ലെയർ 8 മീറ്റർ താഴ്ചയിലേക്കും അടുത്ത ലെയർ അതിനുശേഷമുള്ള 6 മീറ്ററും മൂന്നാമത്തെ ലെയർ അപ് ടു എ ഗ്രേറ്റ് ഡെപ്തുമാണ് തന്നിട്ടുള്ളത്. ഓരോ ലെയറിലെയും യൂണിറ്റ് വെയിറ്റ് ശ്രദ്ധിക്കേണ്ടത് അത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഓരോ ലെയറിലെയും വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ഓരോ ലെയറിലെയും ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷനും തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് കൊഹേഷൻ ലെസ് സോയിലാണ്, അതായത് സാൻഡി സോയിലാണ്, ക്ലേ അല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അൾട്ടിമേറ്റ് ലോഡാണ്. അൾട്ടിമേറ്റ് ലോഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, QU ഈക്വൽ ടു QP പ്ലസ് QS, where QP is the tip resistance, QS is the shaft resistance. ഇനി തൊട്ടു മുമ്പിലത്തെ പ്രോബ്ലവും അതിനു മുമ്പിലത്തെ പ്രോബ്ലവും ലെയേർഡ് സോയിൽ ആയിരുന്നില്ല. ഈ പ്രോബ്ലം ലെയേർഡ് സോയിൽ ആണെന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ടിപ്പ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് മൂന്നാമത്തെ ലെയറിലുള്ള QP എടുത്തിട്ടാണ്. കാര്യം പൈൽ റെസ്റ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ലെയറിലാണ്. QS എടുക്കേണ്ടത് 3 ലെയറിൻ്റെയും ഷാഫ്റ്റ് റെസിസ്റ്റൻസിൻ്റെ സം ആയിരിക്കും. സോ QS ഈക്വൽ ടു ഷാഫ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് ലെയർ നമ്പർ 1, ലെയർ നമ്പർ 3, ലെയർ നമ്പർ 2 സം ചെയ്യുക. ഇക്വേഷൻ സെയിം ആണ്. QP ഈക്വൽ ടു QPAP, QS ഈക്വൽ ടു FSAS. ഇനി AP എന്നുള്ളത് ഏരിയ ഓഫ് പൈൽ ടിപ്പ്, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. 45 സെൻറ്റിമീറ്റർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ π/4 d സ്ക്വയർ ഈക്വൽ ടു 0.159 മീറ്റർ സ്ക്വയർ. AS പൈഡിയലാണ്, പക്ഷേ ഓരോ ലെയറിൻ്റെയും ഡെപ്തുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ആദ്യത്തേൻ്റെ L 8 മീറ്റർ ആണ്, രണ്ടാമത്തേൻ്റെ ലെങ്ത് 6 മീറ്റർ ആണ്. മൂന്നാമത്തെ ലെയറിൻ്റെ ലെങ്ത് 16ൽ നിന്നും 8ഉം 6ഉം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 2 മീറ്റർ ആയിരിക്കും. സോ ഓരോ ലെയറിനും AS വാല്യൂ ഓരോന്നായിരിക്കും. AP വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, 0.159 മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് തന്നിട്ടുള്ള ഈ ടേബിൾ യൂസ് ചെയ്ത് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. സോ ലെയർ 1, ലെയർ 2, ലെയർ 3 മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെയർ തിക്നെസ് 8 മീറ്റർ, 6 മീറ്റർ തന്നിട്ടുണ്ട്. ഡ്രൈ ഡെൻസിറ്റി, വോയിഡ്സ് റേഷ്യോ, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവലിലാണ് എന്ന് തന്നിട്ടുള്ളത്. അപ്പം വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവലുണ്ട്. നമുക്കൊരു പൈലുണ്ട് 45 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ലെങ്ത് ഇസ് 8 മീറ്റർ പ്ലസ് 6 മീറ്റർ പ്ലസ് 2 മീറ്റർ, 16 മീറ്റർ. ലെയർ നമ്പർ 1 8 മീറ്റർ, ലെയർ നമ്പർ 2 6 മീറ്റർ, ലെയർ നമ്പർ 3 എക്സ്റ്റെൻസ് ടു എ ഗ്രേറ്റ് ഡെപ്ത്. അപ്പം ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൈലിൻ്റെ ടിപ്പ് ഇരിക്കുന്നത് ലെയർ 3യിലാണ്. അപ്പം ലെയർ 3യിലെ ബെയറിംഗ് കപ്പാസിറ്റി സ്മോളറ്റ് QP എത്രയാണോ അതായിരിക്കും പൈൽ കപ്പാസിറ്റിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്കിൻ ഫ്രിക്ഷൻ എടുക്കാൻ നേരത്ത് സർക്കംഫറൻഷ്യൽ ഏരിയ ആയ FS മൾട്ടിപ്ലൈഡ് ബൈ AS ഇക്വേഷനകത്തെ സർക്കംഫറൻഷ്യൽ ഏരിയ ആയ AS കണ്ടുപിടിക്കുമ്പോൾ ലെയർ നമ്പർ 1ൻ്റെ ലെങ്ത് 8 മീറ്റർ, ലെയർ നമ്പർ 2ൻ്റെത് 6 മീറ്റർ, ലെയർ നമ്പർ 3യുടെ 2 മീറ്റർ, ഇത്ര ആയിരിക്കും എടുക്കുന്നത്. ഇനി കഴിഞ്ഞ രണ്ട് പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം അതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് പറയാം, എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത്. വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവലിലാണ്. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് വെയിറ്റ് വേണം.
സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കുക, അതിൽ നിന്നും എഫക്റ്റീവ് കണ്ടുപിടിക്കുക. പക്ഷേ നമുക്ക് തന്നിട്ടുള്ളത് ഡ്രൈ ഡെൻസിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് മാത്രമാണ് തന്നിട്ടുള്ളത്. നമുക്ക് അപ്പം അതിൽ നിന്നും സാച്ചുറേറ്റഡും അതിൽ നിന്നും സബ്മേഴ്സ്ഡ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് വെയിറ്റും കിട്ടണം. എഫക്റ്റീവ് കിട്ടണമെങ്കിൽ നമുക്ക് സാച്ചുറേറ്റഡ് വേണം. സാച്ചുറേറ്റഡ് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള 3-phase സിസ്റ്റം ഡയഗ്രത്തിൽ നിന്നും കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷൻ ഗാമ ഈക്വൽ ടു G+SE/1+E ഇൻറ്റു ഗാമ W, ആ ഇക്വേഷൻ യൂസ് ചെയ്യണം. ജിയോ ടെക്നിക്കൽ 1ൻ്റെ യൂട്യൂബ് വീഡിയോസിനകത്ത് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്ന ഫ്യൂ സെറ്റ് ഓഫ് വീഡിയോസിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണിത്. യൂണിറ്റ് വെയിറ്റ് ഈക്വൽ ടു G+SE/1+E മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇനി അതിൽ എസ് എന്നുള്ളത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ 100%. അപ്പോൾ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് G+E/1+E multiplied by gamma W. അതിൽ E is given, gamma W അറിയാവുന്നതാണ്. You can take that as 9.8 kilonewton per meter cube or approximately 10 kilonewton per meter cube. G പക്ഷേങ്കിൽ unknown ആണ്. ഈ ഫ്ലോയിനകത്ത് നമുക്ക് വേണ്ടിയത് ഗാമ ഡാഷ് ആണ്. ഗാമ ഡാഷ് കിട്ടണമെങ്കിൽ ഗാമ സാച്ചുറേറ്റഡ് കിട്ടണം. ഗാമ സാച്ചുറേറ്റഡ് കിട്ടണമെങ്കിൽ E അറിയാം, ഗാമ W അറിയാം, പക്ഷെ G അറിയില്ല. അപ്പം G കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് we know that dry density equal to G/1+E into gamma W. നമുക്ക് തന്നിട്ടുള്ള ഡ്രൈ ഡെൻസിറ്റിയും നമുക്ക് തന്നിട്ടുള്ള വോയിഡ് റേഷ്യോയും നമുക്കറിയാവുന്ന ഗാമ ഡബ്ല്യുവിൽ നിന്നും അൺനോൺ ആയിട്ടുള്ള G കണ്ടുപിടിക്കുക. ഒന്നും കൂടെ പറയാം, നമുക്ക് ക്വസ്റ്റനിൽ ഗാമ ഡി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ E തന്നിട്ടുണ്ട്, ഗാമ ഡബ്ല്യു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ നമുക്കറിയാം. അതിൽ നിന്നും ഓരോ ലെയറിൻ്റെയും ലെയർ 1, ലെയർ 2, ലെയർ 3 ഓരോ ലെയറിൻ്റെയും G കണ്ടുപിടിക്കുക. G കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈക്വേഷൻ്റെ അകത്ത് ഗാമ സാച്ചുറേറ്റഡിൻ്റെ ഈക്വേഷനകത്ത് G സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഗാമ സാച്ചുറേറ്റഡ് കിട്ടും. ഗാമ സാച്ചുറേറ്റഡ് കിട്ടിക്കഴിഞ്ഞാൽ ഗാമ സബ്മേഴ്സ്ഡ് കിട്ടും. അതിൽ നിന്നും പ്രോബ്ലം പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈൻഡ് G ഫോർ ഈച്ച് ലെയർ, അതാണ് ആദ്യത്തെ ടാസ്ക്. നമുക്ക് ടാബുലാർ കോളം യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. നമുക്ക് ഇക്വേഷൻ അറിയാം. ഗാമ ഡിയുടെ ഇക്വേഷനിൽ നിന്നും G കണ്ടുപിടിക്കുക. അപ്പം കണ്ടുപിടിച്ചിട്ടുള്ള G's ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2.69, 2.61, 2.68. Once you know G, ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കുക. ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗാമ സബ്മേഴ്സ്ഡ് കണ്ടുപിടിക്കുക. ഗാമ സബ്മേഴ്സ്ഡിൻ്റെ വാല്യൂസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 10.36, 9.57 and 10.5 kilonewton per meter cube. തൊട്ടു മുമ്പിൽ കാണിച്ചിരുന്ന സ്ലൈഡിൽ നിങ്ങൾക്ക് നോക്കിയാലാണ് അതിൻ്റെ ഫ്ലോ മനസ്സിലാക്കുക. G കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗാമ ഡിയും വോയിഡ് റേഷ്യോയും യൂസ് ചെയ്യുക. G കണ്ടുപിടിക്കുക. G കണ്ടുപിടിച്ചതിന് ശേഷം ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കുക. ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ W will give you ഗാമ സബ്മേഴ്സ്ഡ്. ഇനി നമുക്ക് ഓരോ ലെയറിൻ്റെയും ഗാമ സബ്മേഴ്സ്ഡ് നമ്മുടെ കയ്യിലുണ്ട്. ഗാമ സബ്മേഴ്സ്ഡ് കണ്ടുപിടിക്കാൻ കാര്യം വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവലിലാണിത് ആണെന്നത് കൊണ്ടാണ്. ഇനി അൾട്ടിമേറ്റ് ലോഡ് നമുക്കറിയാം QU ഈക്വൽ ടു QP പ്ലസ് QS. അതിൽ QP എന്ന് പറയുന്നത് ഇസ് QPAP അറ്റ് ലെയർ നമ്പർ 3. കാരണം ടിപ്പ് റെസിസ്റ്റ് ചെയ്യുന്നത് ലെയർ 3 ആണ്. ടിപ്പ് റെസിസ്റ്റൻസ് ആണ് QP. അതിനെ ടിപ്പിൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ലെയർ നമ്പർ 3 ആണ്. സോ അറ്റ് ലെയർ 3 യു ഹാവ് ടു ഫൈൻഡ് QP ആൻഡ് AP നമ്മുടെ കയ്യിൽ അറിയാം. ഇനി QP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊഹേസീവ് സോയിൽ അല്ല, കൊഹേഷൻ ലെസ് സോയിലാണ്. അവസാനത്തെ ടെസാക്കിയുടെ അവസാനത്തെ ടേമായ എൻഗാമ ടേം നെഗ്ലക്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ CNC പ്ലസ് ഗാമ DFNQ പ്ലസ് ഹാഫ് ഗാമ B N ഗാമയ്ക്കകത്തെ CNC ടേം ഇസ് ഓൾറെഡി 0 ബിക്കോസ് C is 0. ലാസ്റ്റ് ടേം എൻഗാമ ടേം നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ യു ആർ ലെഫ്റ്റ് വിത്ത് ദ സെക്കൻഡ് ടേം ഗാമ DFNQ. QP എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ QP വിൽ ബി ഗാമ DFNQ. പക്ഷേ ആ ഗാമ DFNQ will be the sum of 3 layers. Gamma 1 D1 plus gamma 2 D2 plus gamma 3 D3 into NQ. Gamma dash എടുക്കാൻ കാര്യം water table is at the ground level. So gamma dash into D, gamma dash into D, gamma dash into D multiplied by NQ. Layer number 1 in the gamma dash 10.36, D 8 meter. Layer number 2 in the gamma dash 9.57, D 6 meter.
Layer number 3 inde 10.5 d2 meter. Multiplied by NQ already question il thannittund. AP namakkariyam pi by 4 d square aanu area of pile, cross-sectional area of pile, that's 0.159 meter square. QP കണ്ടുപിടിക്കുക, AP കണ്ടുപിടിക്കുക, multiply ചെയ്യുക, you will get capital QP tip resistance as 2423 kilonewton. Again, നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് ജിയുടെ വാല്യൂസും ഗാമ ഡാഷിൻ്റെ വാല്യൂസും അപ്രോക്സിമേറ്റ്ലി ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം സ്മോൾ ലെറ്റർ QP കണ്ടുപിടിക്കുക, AP കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. You will approximately get a value of 2423 kilonewton depending on the choice of gamma W. If you have chosen gamma W as 9.8 or if you have chosen gamma W as 10. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ QP ടിപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്, ആദ്യത്തെ ടേം കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് QS ആണ്. QS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെയർ നമ്പർ 1ൻ്റെ AS കണ്ടുപിടിക്കുക, FS കണ്ടുപിടിക്കുക, ലെയർ നമ്പർ 2ൻ്റെ AS കണ്ടുപിടിക്കുക, FS കണ്ടുപിടിക്കുക, ലെയർ നമ്പർ 3യുടെ AS കണ്ടുപിടിക്കുക, FS കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഓരോ ലെയറിൻ്റെയും തിക്നെസ് ഉണ്ട്, ഓരോ ലെയറിൻ്റെയും ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഉണ്ട്, ഓരോ ലെയറിൻ്റെയും സബ്മേർജ് യൂണിറ്റ് വെയിറ്റ് ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അത് കണ്ടുപിടിച്ചത് ജിയിൽ നിന്നും ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിച്ച് ഗാമ സാച്ചുറേറ്റഡിൽ നിന്നും ഗാമ ഡബ്ല്യു സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് ഗാമ സബ്മേർജ്ഡ്. സോ എനിവേസ് നമ്മുടെ കയ്യിൽ ഇപ്പം 5 ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഉണ്ട്, ഗാമ ഡാഷ് സബ്മേർജ് യൂണിറ്റ് വെയിറ്റും ഉണ്ട്. ഇനി QP ഓൾറെഡി കണ്ടുപിടിച്ചു, QS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് FS ഇൻറ്റു AS ഫോർ ഈച്ച് ലെയർ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. അല്ലെങ്കിൽ FS1 AS1 പ്ലസ് FS2 AS2 പ്ലസ് FS3 AS3 ചെയ്യുക, യു വിൽ ഗെറ്റ് QS. ഇനി അതിൽ ഓരോ ടേംസും നമുക്ക് എടുത്തു നോക്കാം. AS1 എന്ന് ഉദ്ദേശിക്കുന്നത് ലെയർ 1ലുള്ള സർക്കംഫറൻഷ്യൽ ഏരിയ, അതായത് 8 മീറ്റർ ഡെപ്തും 0.45 മീറ്റർ ഡയാമീറ്ററുമുള്ള ഒരു പൈൽ സെക്ഷൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയ. സോ ദാറ്റ്സ് പൈ DL1 3.14 multiplied by 0.45 multiplied by 8 meter. അത്രയും m സ്ക്വയർ ആയിരിക്കും AS1. Likewise, layer number 2-നുള്ള വ്യത്യാസം L1 gets replaced with L2. L2 is 6 meter. Layer number 3, you have 2 meter. So AS1 കണ്ടുപിടിക്കുക, AS2 കണ്ടുപിടിക്കുക, AS3 കണ്ടുപിടിക്കുക. ഇനി FS1, FS2, FS3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് FS is equal to K sigma V tan delta എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കൊഹീഷൻലെസ് സോയിൽ, ക്ലേ അല്ലാത്ത സോയിലിൽ FS is tan delta multiplied by K sigma V. സോ ASകൾ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 11.3, 8.47, 2.83 മീറ്റർ സ്ക്വയർസ് ആയിരിക്കും ASൻ്റെ വാല്യൂസ്. AS1, AS2, AS3 ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. FS1 എന്ന് പറയുന്നത് is K1 sigma V1 tan delta 1. FS1 ആദ്യത്തെ ലെയറിലെ FS ആണ്, അതിൽ K1 മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ V1 മൾട്ടിപ്ലൈഡ് ബൈ ടാൻ ഡെൽറ്റ 1. K എന്ന് പറയുന്നത് ലാറ്ററൽ എയർ പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ്, സിഗ്മ V1 എന്ന് പറയുന്ന വെർട്ടിക്കൽ സ്ട്രെസ് ആണ്, ഡെൽറ്റ 1 എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഫ്രിക്ഷൻ ആംഗിൾ ആണ്. അത് 0.75 ടൈംസ് 5 എടുക്കാൻ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇനി ഓരോ ടേംസും എടുത്ത് നോക്കാം. ഡെൽറ്റ ഇസ് 0.75 ടൈംസ് 5, K ഇസ് 0.5 ടൈംസ് KP. ഈ ഡേറ്റ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫസ്റ്റ് ലെയർ എടുക്കാം. 8 മീറ്റർ തിക്നെസ് ഉള്ള 30 ഡിഗ്രി ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആംഗിൾ ഉള്ള 10.36 ഗാമ ഡാഷ് വാല്യൂ ഉള്ള ഫസ്റ്റ് ലെയറിൽ K1 is equal to 0.5 KP1. KP എന്ന് പറഞ്ഞാൽ പാസീവ് ലാറ്ററൽ എയർ പ്രഷർ കോഎഫിഷ്യൻ്റ്. നമ്മൾ ഫസ്റ്റ് മോഡലിൽ പഠിച്ചിരുന്നു. ദാറ്റ്സ് 1 പ്ലസ് സൈൻ 5 ബൈ 1 മൈനസ് സൈൻ 5. അല്ലെങ്കിൽ ടു ബി സ്പെസിഫിക് 1 പ്ലസ് സൈൻ 5 1 ബൈ 1 മൈനസ് സൈൻ 5 1. ലെയർ 1ൻ്റെ 30 ഡിഗ്രിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം KP ലെയർ 1ൻ്റെ KP കണ്ടുപിടിക്കുക. ദാറ്റ്സ് 1 പ്ലസ് സൈൻ 5 ബൈ 1 മൈനസ് സൈൻ 5. Multiply that by 0.5, you will get K1. Delta is already given as 0.755. 5 എന്ന് പറയുന്നത് 30 ഡിഗ്രി. സോ K ഓരോ ലെയറിൻ്റെയും കണ്ടുപിടിച്ചു. 1.5, 1.845, 2.10. അതിലെ 1.5ൻ്റെ സാമ്പിൾ കാൽക്കുലേഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. Likewise, you will have to find out for layer 2 and layer 3. And കിട്ടുന്ന വാല്യൂ is approximately 1.845 and 2.10. അടുത്ത ടേമായ ഡെൽറ്റ
layer 1 in the delta in delta 1 എന്ന് വിളിച്ചു. That's 0.75 times phi 1. Phi 1 30 ഡിഗ്രി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ 1 കിട്ടും. അതിൽ നിന്നും tan ഡെൽറ്റ 1 കിട്ടും. Tan of 0.75 multiplied by 30 degree എന്ന് പറയുന്നത് is 0.414 approximately. So tan delta 1 കിട്ടും. Likewise, you will get tan delta 2 and tan delta 3. Values are displayed 0.414, 0.493 and 0.543. നമ്മുടെ കയ്യിൽ ഇപ്പോൾ K1 ഉണ്ട്, tan delta 1 ഉണ്ട്. ഇനി സിഗ്മ V1 കണ്ടുപിടിക്കണം. സിഗ്മ V1 എന്ന് പറഞ്ഞാൽ ലെയർ നമ്പർ 1ൻ്റെ മിഡ് ഡെപ്തിലുള്ള വെർട്ടിക്കൽ സ്ട്രെസ്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗാമ ഡാഷ് ആൻഡ് d/2. ഗാമ ഡാഷ് എടുക്കാൻ കാര്യം വാട്ടർ ടേബിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സിഗ്മ V1 ഈക്വൽ ടു ഗാമ ഡാഷ് ഇൻറ്റു d1/2. d1 എന്ന് പറയുന്നത് 8 മീറ്റർ. സോ 10.36 ആയ ഗാമ ഡാഷ് ലെയർ നമ്പർ 1ലെ ഗാമ ഡാഷ് ഇസ് 10.36 multiplied by layer number 1 depth is 8 meter divided by 2. Gamma dash into d1/2 എന്ന് പറയുമ്പോൾ 10.36 into 8/2, that's 10.36 into 4, approximately 41.4 kilopascal. So layer number 1ലെ mid depthലുള്ള sigma v is 41.4 kilopascal. ചുരുക്കത്തിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലെയർ നമ്പർ 1ലെ FSASന് വേണ്ടിയിട്ടുള്ള ടേംസ് ഉണ്ട്. FS എന്ന് പറയുന്നത് K sigma v tan delta ആണ്. K is 1.5, tan delta is 0.414, sigma v1 is 41.4. ബാക്കി sigma v2, sigma v3 likewise നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 111.6, 150.35. So K multiplied by tan delta multiplied by sigma v will be FS1. AS1 area of cross section, area of circumferential area ആണ് 11.3 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. സോ ലെയർ നമ്പർ 1ൻ്റെ സാമ്പിൾ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. Likewise, you will have to do for layer number 2 FS2 AS2 and layer number 3 FS3 AS3. So FS1 AS1 plus FS2 AS2 plus FS3 AS3 will give you QS. QS is equal to FS into AS for layer number 1, 2 and 3. That's FS1 AS1 plus FS2 AS3, FS2 AS2 plus FS3 AS3. നമ്മുടെ കയ്യിൽ ഓൾറെഡി QP ഉണ്ട്, 2423 kN. അതിൻ്റെ കൂട്ടത്തിൽ QS ആഡ് ചെയ്യുക. QU equal to QP plus QS and the value is around 4058 kN. ഇനി ഇതൊരു കുറച്ച് ഇലാബറേറ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ഡെസിമൽ പ്ലേസിലെ അപ്രോക്സിമേഷൻസ് എല്ലാം തന്നെ ഫൈനൽ ആൻസറായ 4058 റിഫ്ലക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ 10ന് പകരം 9 എടുത്തവരുണ്ടാവും. അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസ് ഇപ്പം ഇതിനകത്ത് 11.3ക്ക് പകരം 11.28 ആണ് ആൻസർ എങ്കിൽ 11.28 എടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെസിമലിനെ ഫ്രാക്ഷനായിട്ട് എടുത്തിട്ടുണ്ടാവാം. ഇങ്ങനത്തെ എല്ലാ അപ്രോക്സിമേഷൻസും റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ you can expect the answer to be around, let's say 4048 to 4065 ആ റേഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ എനിവേസ് ഐഡിയ ഇതാണ്. ടിപ്പ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൈലിൻ്റെ ഏറ്റവും താഴെയുള്ള ടിപ്പിലുള്ള ബെയറിംഗ് കപ്പാസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ AP ചെയ്യുക. സ്കിൻ ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ലെയറിലെയും സ്കിൻ ഫ്രിക്ഷനുകൾ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. ഈ പറയുന്ന ടിപ്പ് റെസിസ്റ്റൻസും സ്കിൻ ഫ്രിക്ഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി അൾട്ടിമേറ്റ് കപ്പാസിറ്റി. ഇനി സേഫ് കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ യു ക്യാൻ അസ്യൂം എ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് 2.5. സോ സേഫ് ലോഡ് എന്ന് പറയുന്നത് വിൽ ബി 4058 ഡിവൈഡഡ് ബൈ 2.5.